ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ തന്നൊരു സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ ഈ സ്റ്റോറി നടക്കുന്നൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കർത്താവേ, കാത്തുകൊള്ളണമേ. കറുത്ത് കട്ട പിടിച്ചിരുന്ന രാത്രി ഇരുട്ടിൻ്റെ മറവിൽ സൈക്കിൾ ചവിട്ടുന്ന ആൻഡോ സ്വയം മന്ത്രിച്ചു. ഡിസംബർ മാസത്തിൻ്റെ തണുപ്പും കാലം തെറ്റി പെയ്യുന്ന മഴയുടെ ചാറ്റലും ആൻഡോ ഇട്ടിരുന്ന ടീഷർട്ടും നിക്കറും കുതിർത്തിരുന്നു. 11:05. കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിൻ്റെ LED വെട്ടം ഓണാക്കി ആൻഡോ സമയം നോക്കി. ഇത് വേണോ? അങ്ങ് തിരിച്ചു പോയാലോ? ആൻഡോ ചിന്തിച്ചു. ഇനി അല്പം ദൂരം കൂടിയേ ഉള്ളൂ എന്നവനറിയാം. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വേണ്ട, അപകടമാണ് എന്നവൻ്റെ മനസ്സ് ബഹളം വയ്ക്കുന്നുണ്ട്. മനസ്സിൻ്റെ വേഗം കൂടിയപ്പോൾ ആൻഡോ സൈക്കിൾ റോഡിൻ്റെ വക്കിലേക്ക് ഒന്നൊതുക്കി നിർത്തി. കോട്ടയം ജില്ലയിലെ ആ ഉൾഗ്രാമത്തിൽ നാടും നാട്ടുകാരും അവരുടേതായ ആ ചെറിയ ലോകത്തിൽ ജീവിച്ചു. കോട്ടയത്തിനപ്പുറം കാണാത്തവരാണ് പഴയ തലമുറയിലെ നല്ലൊരു ശതമാനവും. ആൻഡോ ഉൾപ്പെടുന്ന പുതിയ തലമുറയാണ് ആ ഗ്രാമത്തിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അതിര് കടന്നവർ. 3-4 കൊല്ലം കൊണ്ട് നല്ല പരിചിതമാണ് അവൻ ആ നാടും അവിടുത്തെ ദിശയും. റോഡിലെ ഓരോ കുണ്ടും കുഴിയും അവന് മനപ്പാടമാണ്. ആ നാട്, അതിലെ വഴികൾ എല്ലാം അവനറിയാം. അതുകൊണ്ട് തന്നെ എബി എന്ന സുഹൃത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴി ആ അസമയത്തും ആൻഡോയ്ക്ക് സുപരിചിതമായിരുന്നു. ആൻഡോയുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ കാണും എബിയുടെ വീട്ടിലേക്ക്. ഒരു 10:45 വീട്ടിൽ നിന്ന് സൈക്കിളുമായിട്ട് ഇറങ്ങിയതാണ്. മഴ ചാറ്റലുണ്ടായിരുന്നെങ്കിലും താഴെ സ്റ്റോറിൽ നിന്ന് റെയിൻകോട്ട് എടുക്കാൻ മുതിർന്നാൽ അടുക്കളയ്ക്ക് അടുത്ത മുറിയിൽ ഉറങ്ങുന്ന അമ്മച്ചി ഉണരും എന്നോർത്ത് അത് വേണ്ടെന്ന് വെച്ചു. ഗസ്റ്റ് റൂമിൽ വെച്ചിരുന്ന പുൽക്കൂടിനെ അലങ്കരിച്ചിരുന്ന വിളക്കിൻ്റെ അരണ്ട നീല വെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞ് ഡോറ് തുറന്നതിന് ശേഷം ആൻഡോ പുറത്തിറങ്ങി. ബൈക്കുണ്ടെങ്കിലും അത് വേണ്ട, സൈക്കിൾ മതി എന്നവൻ തീരുമാനിച്ചു. അമ്മച്ചി എണീക്കല്ലേ കർത്താവേ. നിശബ്ദനായി ഗേറ്റിന് പുറത്ത് സൈക്കിൾ കൊണ്ടുവന്നതിന് ശേഷം വീടിൻ്റെ താക്കോൽ മൊബൈൽ ഇട്ടിരുന്ന പോക്കറ്റിലേക്ക് ഇടുന്നതിനിടയിൽ ആൻഡോ പ്രാർത്ഥിച്ചു. ഇരുണ്ട ആകാശത്തിൽ അങ്ങിങ്ങ് കാണുന്ന നക്ഷത്രങ്ങൾ കണക്കെ ഇരുട്ടിൻ്റെ ചക്രവാളങ്ങളിൽ അങ്ങിങ്ങ് മിന്നിയിരുന്ന വീടുകളുടെയും വഴിവിളക്കുകളുടെയും ബൾബുകൾ മാത്രമായിരുന്നു ആൻഡോയ്ക്ക് കൂട്ട്. മഴച്ചാറ്റൽ കാരണം സൈക്കിൾ വേഗത്തിൽ ചവിട്ടാൻ ബുദ്ധിമുട്ടിയെങ്കിലും റോഡിലിടയ്ക്കൊക്കെ പ്രകാശിച്ചിരുന്ന വഴിവിളക്കുകളുടെ വെളിച്ചങ്ങളിൽ നിന്ന് അവൻ വേഗം ഓടിച്ചു മാറി. റോഡിൽ ആരെങ്കിലും കാണും എന്നവൻ ഭയന്നിരുന്നില്ല. കാരണം അവൻ്റെ നാട് അങ്ങനെയാണ്. നഗരങ്ങളിലെ പോലെ രാത്രിയുടെ സഹചാരികളല്ല ആ ഗ്രാമവാസികൾ. ഇരുട്ടും തണുപ്പും ആൻഡോ എന്ന 21 വയസ്സുകാരനെ ഭയപ്പെടുത്തിയില്ല. ശരീരത്തിൽ കത്തിയിരുന്ന കാമം എന്ന വികാരം അവൻ്റെ യാത്രയ്ക്ക് ഇന്ധനമായി. എന്നാൽ മഴ നനഞ്ഞ് കാമം ഒരല്പം ശമിച്ചപ്പോൾ സംഭവിച്ചേക്കാവുന്ന അപകടത്തെ പറ്റിയുള്ള ഭീതി പൊന്തുവന്നു. അവൻ സൈക്കിള് റോഡിൻ്റെ വക്കിലേക്കൊന്ന് ഒതുക്കി നിർത്തി. റോഡിൻ്റെ ഇരുഭാഗവുമുള്ള നെൽപ്പാടങ്ങളിൽ നിന്ന് ഉയരുന്ന മാക്രികളുടെയും ചീവിടുകളുടെയും ശബ്ദം ആൻഡോയെ ഉണർത്തി. തിരിച്ചു പോകാനാണെങ്കിൽ ഇപ്പോൾ പോകണം, അവൻ മനസ്സിൽ പറഞ്ഞു. ആൻഡോയുടെ വീട്ടിൽ നിന്ന് 2-3 വീടുകളും കുറച്ച് റബ്ബർ തോട്ടങ്ങളും താണ്ടി 1 കിലോമീറ്റർ എത്തുമ്പോൾ പള്ളിമുക്കെത്തി. അവിടെ നിന്ന് വലത് റോഡിൽ കയറി കുറച്ച് വീടുകൾ കഴിഞ്ഞ് ഇറങ്ങിയ നെൽവയലുകളാണ്. അവിടാണ് ആൻഡോ ഇപ്പോൾ നിൽക്കുന്നത്. ഈ വയലുകൾ കഴിഞ്ഞാൽ ഒരു ചെറിയ കയറ്റം വന്നു. കയറ്റം കയറി ഒരു 100 മീറ്റർ കഴിയുമ്പോൾ റോഡിൻ്റെ ഇടതുവശത്ത് ഒരു വീടും ചെറിയ കടമുറിയും കാണാം. അതിൻ്റെ അപ്പുറത്ത് ഒരു ഇടവഴിയിലേക്ക് ഇറങ്ങണം. ആ ഇറങ്ങി ഒരു 50 മീറ്റർ കഴിയുമ്പോൾ എബിയുടെ വീട്ടിലെത്തും. എന്തായാലും ഇവിടെ വരെയായി. ഇല്ല, ഒരു പ്രശ്നവും വരില്ല. റിസ്ക് എടുക്കാത്തവർക്ക് ഒന്നും കിട്ടില്ല. സോ ഐ ഷുഡ് ഗോ. സധൈര്യം മുന്നോട്ട് നീങ്ങാൻ ആൻഡോ ഉറച്ചു തീരുമാനിച്ചു. കയറ്റം കയറി ചെന്ന് എബിയുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ആൻഡോ സൈക്കിൾ ഓടിച്ചിറങ്ങി. ചാറ്റൽ മാറി മഴ ശക്തിയായി പെയ്തു തുടങ്ങിയിരുന്നു. ടാറിടാത്ത ഇടവഴിയിൽ വെള്ളവും ചള്ളയും നിറഞ്ഞു. കർത്താവേ, പാമ്പൊന്നും കാണല്ലേ?
ആൻഡോ പ്രാർത്ഥിച്ചു. അല്പം ചെന്നപ്പോൾ ദൂരെ ഒരു വീടിൻ്റെ മുന്നിൽ ചുമന്ന പ്രകാശം മിന്നുന്ന ക്രിസ്മസ് സ്റ്റാർ ആൻഡോ കണ്ടു. അതായിരുന്നു ആൻഡോയുടെ സുഹൃത്തായ എബിയുടെ വീട്. 10-12 ഏക്കറിൽ നിന്നിരുന്ന ആ ചെറിയ വീട് ഇടവഴിയിൽ നിന്നും ഒരല്പം ഉള്ളിലേക്കാണ്. ചുറ്റിനും റബ്ബർ കൃഷിയും. സൈക്കിളിൽ നിന്നിറങ്ങി അതുരുട്ടിക്കൊണ്ട് ആൻഡോ എബിയുടെ വീട്ടിലേക്ക് നടന്നു. ഗേറ്റ് തുറന്ന് സൈക്കിളുമായി അകത്തേക്ക് കയറിയപ്പോൾ വീടിൻ്റെ കാർപോർച്ചിൽ നിന്ന് ടിപ്പു എന്ന വളർത്തുനായ ഒരു കുര തന്നു. എന്നാൽ മഴയുടെ ശബ്ദം അവൻ്റെ കുരയുടെ കാഠിന്യം ഇല്ലാതാക്കി. ആൻഡോയെ പരിചയമുള്ളതുകൊണ്ടും മഴയും തണുപ്പും ആയതിനാലും കുറച്ചു നേരം വാലാട്ടിയതിനു ശേഷം ടിപ്പു ചുരുണ്ടുകൂടി ഉറക്കം തുടർന്നു. ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ അവൻ പിറകെ വരുമെന്നോർത്ത് ആൻഡോ ടിപ്പുവിനെ നോക്കാതെ സൈക്കിൾ ഉരുട്ടി വീടിൻ്റെ പിറകുവശത്തേക്ക് പോയി. വീടിൻ്റെ മുമ്പിൽ തൂക്കിയിരുന്ന സ്റ്റാറിൻ്റെ വെട്ടവും കാർപോച്ചിലുള്ള ഇലക്ട്രിക് മീറ്ററിൻ്റെ പച്ച വെളിച്ചവും ഒഴിച്ചാൽ വീടിൻ്റെ പുറത്തും അകത്തും മറ്റൊരു വെട്ടവും അവൻ കണ്ടില്ല. ഉറങ്ങിക്കാണുമോ? തെല്ലാശങ്കയിലായി ആൻഡോ. മഴ നനയാതിരിക്കാൻ വീടിൻ്റെ സൺഷെയ്ഡ് ചേർന്നാണ് നടന്നിരുന്നതെങ്കിലും മഴയുടെ ശക്തിയിൽ ആൻഡോ ആകെ നനഞ്ഞു. പിറകിൽ അടുക്കളവാതിലിന് ഭാഗത്തെത്തിയ ആൻഡോ സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് പടികൾ കയറി അടുക്കള ഡോറിൻ്റെ മുമ്പിൽ നിന്നു. മഴവെള്ളവും വിയർപ്പും കുതിർന്ന് തണുപ്പ് ശരീരത്തിൽ അരിച്ചിറങ്ങിയിരുന്നിട്ടും സന്ദർഭം ഉള്ളിൽ നിറച്ച വികാരങ്ങളാൽ സൈക്കിൾ ചവിട്ടി വേദനിക്കുന്ന തൻ്റെ കാലിടുക്കിൽ തൻ്റെ പൗരുഷം ഉണർന്നെണീറ്റത് ആൻഡോ അറിഞ്ഞു. മഴ കൂടുതൽ ശക്തിയായി പെയ്യാൻ തുടങ്ങി. കൈകളിലെ വെള്ളം കക്ഷത്തിൻ്റെ ഇടുക്കിൽ വെച്ച് ഒന്ന് തുടച്ചിട്ട് നിക്കറിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിരുന്ന മൊബൈൽ ആൻഡോ എടുത്തു. സമയം 11:15 കഴിഞ്ഞിരുന്നു. മൊബൈൽ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ പോയ ആൻഡോ സെർച്ചിൽ എൽസ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ എൽസം ആൻറ്റി എന്ന കോണ്ടാക്റ്റ് ആദ്യം തന്നെ വന്നു. കർത്താവേ എന്ന് പറഞ്ഞ് ആൻഡോ കോണ്ടാക്റ്റിൽ ടച്ച് ചെയ്ത് മൊബൈൽ ചെവിയോട് ചേർത്ത് വെച്ചു. തൻ്റെ ഹൃദയം ഉച്ചത്തിലിടിക്കുന്നത് ആ കോരിച്ചൊരയുന്ന മഴയത്തും ആൻഡോയ്ക്ക് കേൾക്കാമായിരുന്നു. വളരെ നേരം റിങ് ചെയ്തെങ്കിലും കോൾ അറ്റൻഡ് ആയില്ല. നാശം! മമ്മി ഉറങ്ങിക്കാണുമോ? ആൻഡോ പരിഭവിച്ചു. അത്രയും ദൂരം ആ മഴയത്ത് തിരികെ സൈക്കിൾ ചവിട്ടുന്നതിനെ പറ്റി ഓർത്ത് ആൻഡോ സ്വയം ശപിച്ചു. പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി നോക്കാം എന്ന് പറഞ്ഞ് ആൻഡോ ആ നമ്പറിൽ വീണ്ടും കോൾ ചെയ്തു. കുറച്ചു നേരം റിങ് അടിച്ച ശേഷം കോൾ കട്ട് ചെയ്യാൻ ആൻഡോ തുടങ്ങവേ അവനെ ഭയത്തിലും കോരിത്തരിപ്പിലും മുക്കിക്കൊണ്ട് മറുതലത്തിൽ ശബ്ദം വന്നു. ഹലോ മോനെ. ആ മമ്മി, ഞാൻ കിടന്നായിരുന്നു. ഇപ്പോഴാണ് മൊബൈൽ അടിക്കുന്നത് ശ്രദ്ധിച്ച്. എന്താ മോനെ? പതിഞ്ഞ ആലസ്യത്തിൽ എൽസമ്മ പറഞ്ഞു. മമ്മി, അത് ഭയവും ജാള്യതയും നിറഞ്ഞ ഒരു ചിരി ആൻഡോ അറിയാതെ ചിരിച്ചു. എന്താ മോനെ? മമ്മി ഞാൻ വീടിൻ്റെ പിറകിൽ അടുക്കളയുടെ അവിടെ നിൽപ്പുണ്ട്. ഭയത്താൽ വിറങ്ങലിച്ച് ആൻഡോ പറഞ്ഞു. 1-2 നിമിഷം മറുപടിയൊന്നും വന്നില്ല. മറുപുറത്തു നിന്നും ഫോണിൽ ഇരക്കുന്ന ശ്വാസം മാത്രം ആൻഡോ കേട്ടു. ആൻഡോ, ഇവിടെ വീടിൻ്റെ പിറകിലത്തെ കാര്യമാണോ പറഞ്ഞേ? ആ, ആൻഡോ മറുപടി പറഞ്ഞു. എൻ്റെ ഈശോയെ, എന്തോന്ന് ആൻഡോ നിനക്ക്? പ്ലാമൂട് വീട്ടിലെ ജോയിയുടെയും സൂസൻ്റെയും ഏക മകനാണ് ആൻഡോ. 18 വയസ്സ് വരെ പപ്പയുടെയും മമ്മിയുടെയും കൂടെയുള്ള ദുബായ് വാസത്തിനു ശേഷം എൻജിനീയറിംഗ് പഠനത്തിനായി നാട്ടിൽ വന്നു. തിരുവനന്തപുരത്തെ ഒരു പ്രശസ്ത എൻജിനീയറിംഗ് കോളേജിൽ പഠനം തുടങ്ങിയ ആൻഡോ അവധി ദിവസങ്ങൾ കോട്ടയത്തെ അവൻ്റെ കുടുംബ വീട്ടിൽ ചിലവഴിച്ചു. വേനലവധിക്കാലത്ത് അവൻ ദുബായിലേക്ക് പറക്കും. വീട്ടിൽ അവൻ്റെ പപ്പയുടെ അമ്മ മാത്രമേ ഉള്ളൂ, അവൻ്റെ പൊന്നമ്മച്ചി. പിന്നെ വീട്ടിലെയും പറമ്പിലെയും വേലകൾ ചെയ്യാൻ വരുന്ന പോളിച്ചേട്ടനും ഭാര്യയും. എൻജിനീയറിംഗ് പഠനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ നാടുമായി പൊരുത്തപ്പെടാൻ ആൻഡോ പാടുപെട്ടു. ശനി ഞായർ ദിവസങ്ങളിൽ ഹോസ്റ്റലിൽ നിന്നാൽ കൂടുതൽ റാഗിങ് കിട്ടുമെന്നതുകൊണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ആൻഡോ കോട്ടയത്തെ വീട്ടിലെത്തും. ആ ഗ്രാമത്തിലെ ശ്മശാന നിശബ്ദത ആൻഡോയിലെ ദുബായ് മനസ്സിനെ മടുപ്പിച്ചിരുന്നു. ഇറ്റ്സ് സോ സ്ലീപ്പി ഹിയർ മമ്മ, സോ ഡാംപ് ആൻഡ് വെറ്റ്. ആൻഡോ പലപ്പോഴും അവൻ്റെ മമ്മിയോട് ഫോൺ വഴി കംപ്ലൈൻറ്റ് ചെയ്തു.
ആദ്യകാലങ്ങളിൽ ആൻഡോ വീടിന് പുറത്തിറങ്ങിയിരുന്നില്ല. ലാപ്ടോപ്പിൽ സിനിമ, ഗെയിംസ്, പോൺ എന്നിവ നിർമ്മിച്ച ലോകത്ത് അവൻ കഴിച്ചുകൂട്ടി. പതിയെ 70 കഴിഞ്ഞ് അവൻ്റെ അമ്മച്ചിയുടെ സ്നേഹത്തിലും നിർബന്ധത്തിലും അവൻ പറമ്പിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ചില ആവശ്യങ്ങൾക്ക് അവൻ്റെ അപ്പൻ്റെ പഴയ ബൈക്കിൽ ടൗണിൽ പോകാനും ഞായറാഴ്ചകളിൽ അമ്മച്ചിക്കൊപ്പം പള്ളിയിൽ പോകാനും ഒക്കെ തുടങ്ങി. അത് ആൻഡോയ്ക്ക് വലിയൊരു മാറ്റമായിരുന്നു. ഐ ആം സ്റ്റാർട്ടിങ് ടു ലൈക്ക് ദിസ് പ്ലേസ് മമ്മ, ഒരിക്കൽ അവൻ അവൻ്റെ മമ്മിയോട് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ പള്ളിയിൽ വെച്ചാണ് അവൻ എബിയുമായി സൗഹൃദത്തിലാകുന്നത്. പള്ളിയിലെ യൂത്ത് മൂവ്മെൻറ്റ് ലീഡറും കൊയർ ഗ്രൂപ്പിൻ്റെ മാഷുമായിരുന്നു എബി. ആൻഡോയേക്കാൾ 4 വയസ്സിന് സീനിയറായിരുന്നു എബി. എങ്കിലും സുഹൃത്തായി ഒരാളെ കണ്ടു കിട്ടിയതിൽ ആൻഡോ സന്തോഷിച്ചു. ഡിഗ്രി പഠനം കഴിഞ്ഞ് പള്ളിയും കൊയറും മറ്റുമായി ജീവിച്ച എബി ലൂക്കോസ് കുരുവിള. ഞായറാഴ്ചകളിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ അമ്മച്ചിയെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ആൻഡോ എബിയുടെ ഒപ്പം കൂടും. സൺഡേ സ്കൂൾ പിള്ളേർക്ക് എബി ബൈബിൾ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആൻഡോ കൗതുകത്തോടെ കേട്ടിരുന്നു. ഞായറാഴ്ച പള്ളിയിൽ കൂടുന്ന 10-200 ആൾക്കാർ ആൻഡോയ്ക്കൊരു അത്ഭുതമായിരുന്നു. ഇതിനും മാത്രം ആളുകൾ ഈ നാട്ടിലുണ്ടോ? ആൻഡോ പലപ്പോഴും അത്ഭുതപ്പെട്ടിരുന്നു. ബൈക്കിലും പുതുതായി മേടിച്ച സൈക്കിളിലും ആ ഗ്രാമത്തിൽ വെറുതെ റോന്ത് ചുറ്റുമ്പോൾ, കിലോമീറ്ററുകൾ പോകുമ്പോൾ 1-2 പേരെ കണ്ടാ ഭാഗ്യം. പലപ്പോഴും ആ ഗ്രാമത്തിനെ പുതച്ചിരുന്ന പച്ചപ്പും നനവും വീടുകളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് ആൻഡോയ്ക്ക് തോന്നി. പള്ളിയും മറ്റുമായി നടന്നിരുന്നെങ്കിലും എന്തേലും ഒരു ജോലി വേണം എന്ന് എബി ആഗ്രഹിച്ചു. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയില്ലടാ, എബി തൻ്റെ ഒരു കുറവ് പോലെ ആൻഡോയോട് ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അതിലൊന്നും കാര്യമില്ല ചാച്ച, ദുബായിലും മറ്റ് ഗൾഫ് റീജിയനിലും മലയാളം തന്നെ ധാരാളം എന്ന് പറഞ്ഞ് അപ്പോഴൊക്കെ ആൻഡോ അവനെ സമാധാനിപ്പിച്ചു. അങ്ങനെ അവരുടെ സൗഹൃദം വളർന്ന് അവധി ദിനങ്ങളിൽ ചെറിയ യാത്രകളും ടൗണിൽ പോയി സിനിമ കാണലും ഒക്കെ ആരംഭിച്ചു. അങ്ങനെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ ആൻഡോ എബിയുടെ വീടിനെയും വീട്ടുകാരെയും പറ്റി അറിഞ്ഞു. എബിയുടെ പപ്പ 12-13 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഒരു ചേച്ചിയുള്ളത് കല്യാണം കഴിഞ്ഞ് ഡൽഹിയിൽ താമസിക്കുന്നു. എബിയുടെ മമ്മി വീട്ടിലെ കാര്യങ്ങളും റബ്ബർ നോക്കലും പശുവിനെ വളർത്തലും ഒക്കെയാണ്. അങ്ങനെ ഒരിക്കൽ ഞായറാഴ്ചത്തെ കറക്കം കഴിഞ്ഞ് എബിയെ കൊണ്ടുവിടാൻ പോയപ്പോൾ എബി ആൻഡോയെ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വാടാ, ഒന്ന് കയറിയിട്ട് പോ, മമ്മി എപ്പോഴും പറയും നിന്നെ വീട്ടിലോട്ട് വിളിക്കാൻ. സൗമ്യനായ എബിയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ആൻഡോ അവൻ്റെ ക്ഷണപ്രകാരം അവരുടെ വീട്ടിലേക്ക് കയറി. ഓടി വന്ന പട്ടിയെ വീടിൻ്റെ പിറകിലുള്ള കൂട്ടിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ എബി ഉച്ചത്തിൽ മമ്മി മമ്മി ഒന്ന് ഇറങ്ങി വന്നേ, മുമ്പിൽ ആൻഡോ നിൽക്കുന്നു എന്ന് പറഞ്ഞു. സിറ്റ് ഔട്ടിൽ കാത്തുനിന്ന ആൻഡോ അവിടെ കിടന്നിരുന്ന പള്ളിയുടെ മാഗസിൻ വെറുതെ എടുത്ത് മറിച്ചു നോക്കി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ മുമ്പിലത്തെ ഡോറ് അകത്ത് നിന്ന് തുറന്ന് എൽസമ്മ എന്ന ആൻറ്റി, എബിയുടെ മമ്മി, ഒരു ചിരിയുമായി പുറത്തേക്ക് വന്നു. മോനെ, എന്തിനാ നിൽക്കുന്നേ? ഇരിക്കും മോനെ. ശരി ആൻറ്റി. മോനെ, അല്ലേ ഇങ്ങ് അകത്ത് വാ. വാടാ, അകത്തിരിക്കാം. പട്ടിയെ പൂട്ടിയിട്ട് അവിടേക്ക് വന്ന എബിയും അത് ആവർത്തിച്ചു. മോൻ എന്നെ ഓർമ്മയൊന്നും കാണില്ലായിരിക്കും ഇല്ലയോ? ഫാൻ ഓണാക്കുന്നതിനിടയിൽ സോഫയിലിരിക്കുന്ന ആൻഡോയോട് എൽസമ്മ ചോദിച്ചു. ഇല്ല. അതെങ്ങനെ കാണാനാ മമ്മി? ഇവൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലവേ ആയുള്ളൂ. എല്ലാവരും ദുബായിലല്ലയോ? ശരിയാ മോനെ, ഇതിനു മുമ്പ് കണ്ടത് 7-ലോ 8-ലോ എന്തോ പഠിക്കുമ്പോഴാ, പള്ളിയിൽ വെച്ച്. നിങ്ങൾ നാട്ടിൽ അവധിക്ക് വന്ന സമയം. അന്ന് സൂസനുമായി ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. ഓ ശരി. സൂസൻ എന്തിയേ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു ആൻറ്റി, കുഴപ്പമില്ല. ഞാൻ മോന് ചായ എടുക്കട്ടെ? ഇരിക്കേ. അയ്യോ വേണ്ട ആൻറ്റി. അയ്യോടാ, അത് കൊള്ളാം. വീട്ടിൽ വന്നിട്ട് ഒന്നും കുടിക്കാതെ പോയാൽ എങ്ങനാ? എബിയെ നിനക്കും എടുത്തേക്കട്ടെ? ശരി മമ്മി. ആൻഡോയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ എൽസമ്മ ചായ എടുക്കാൻ അടുക്കളയിൽ പോയി. ആൻഡോ വെളിയിലിറങ്ങി അവരുടെ വീടും പരിസരവും ഒക്കെ നോക്കി. 3 മുറികളും അടുക്കളയും ഒരു ബാത്റൂമുമുള്ള ചെറിയൊരു വീടായിരുന്നു എബിയുടേത്. വെളിയിൽ മുറ്റത്ത് അല്പ അകലത്തിൽ ഒരു തൊഴുത്തും അതിൽ 2 പശുക്കളും.
മൊത്തം റബ്ബറാണല്ലോ. 10 ഏക്കറുണ്ട്. നല്ല ആദായവാ. രാവിലെ മമ്മിയും ഞാനും 2 കുടുംബശ്രീ പെണ്ണുങ്ങളും കൂടിയാ വെട്ടുന്നേ, എബി പറഞ്ഞു. ആ റബ്ബർ തോട്ടത്തിൽ ഒറ്റപ്പെട്ട് നിന്നിരുന്ന ആ വീട് ആൻഡോയ്ക്ക് അത്ഭുതമായി. മരങ്ങൾക്കിടയിലൂടെ ദൂരെ കണ്ണെത്താ ദൂരത്ത് പരന്നു കിടന്ന പച്ചപ്പ് അവൻ കണ്ടു. മോനെ, ഇടയ്ക്കൊക്കെ വരണം കേട്ടോ, ഇവനൊരു കൂട്ടുവാകും. സൂസനോട് ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ചായ കുടിച്ച് തിരികെ പോരാൻ തുടങ്ങവേ ആൻഡോയോട് എൽസമ്മ പറഞ്ഞു. ആൻഡോയ്ക്ക് എബി മാത്രമല്ല, അന്നു മുതൽ അവരുടെ വീടും എബിയുടെ മമ്മിയും പ്രിയപ്പെട്ടവരായി. അയ്യോ, പിന്നെ എനിക്കറിയില്ലയോ അവളെ? പാവം അവള്, എപ്പോൾ കണ്ടാലും നല്ല സ്നേഹവാ. അവളുടെ മോനിപ്പോൾ എന്തെടുക്കുക? എബിയുടെ വീട്ടിലെ തൻ്റെ സന്ദർശനത്തിനെ പറ്റി ആൻഡോ അവൻ്റെ അമ്മയോട് ഫോണിൽ പറഞ്ഞപ്പോൾ അവർ പ്രതികരിച്ചു. അവൻ നിന്നേക്കാളും 4-5 വയസ്സിന് മൂത്തതല്ലേ? ജോലിയൊന്നും നോക്കുന്നില്ലേ? ഉണ്ട്, നാട്ടിൽ നിന്ന് എങ്ങോട്ടേലും പോകണം എന്ന് എബി പറയാറുണ്ട്. അടുത്ത വേനലവധിക്ക് ദുബായിൽ പോകുമ്പോൾ പപ്പയോട് എബിയെ പറ്റി പറയണം എന്ന് ആൻഡോയ്ക്കൊരു തോന്നലുണ്ടായി. നാട്ടിൽ തൻ്റെ വീട് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തോടെ ചെന്ന് കയറാൻ പറ്റുന്നൊരിടമായി ആൻഡോയ്ക്ക് എബിയുടെ വീട്. അവനോട് സ്നേഹമായി പെരുമാറിയിരുന്ന എൽസമ്മ എന്ന അവൻ്റെ സുഹൃത്തിൻ്റെ അമ്മയെ അവൻ വളരെ ബഹുമാനത്തോടെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ, 1 കൊല്ലം മുമ്പുള്ള ഡിസംബർ രാത്രി വരെ. ആൻഡോ എഞ്ചിനീയറിംഗ് 3-ാം കൊല്ലം പഠിക്കുന്ന വർഷം 2-ാം കൊല്ലം വേനലവധിക്ക് പോയപ്പോൾ ആൻഡോ അവൻ്റെ അപ്പനോട് എബിയുടെ കാര്യം പറഞ്ഞു. ഒരു പാസ്പോർട്ട് ഒപ്പിച്ചു വെച്ചാൽ 1 കൊല്ലത്തിനകം എബിക്കൊരു ചെറിയ ജോലി ശരിപ്പെടുത്തി കൊടുക്കാം എന്ന് അവൻ്റെ അപ്പൻ പറഞ്ഞു. അവധി കഴിഞ്ഞ് ചെന്ന് ആ വാർത്ത എബിയുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം നീ സാധിച്ചു കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് എൽസമ്മ കണ്ണീര് തൂകിയപ്പോൾ എബി അവൻ്റെ മമ്മിയെ കെട്ടിപ്പിടിച്ചു. മാസങ്ങൾ കുറച്ചു പോയി. എബി ഒരു പാസ്പോർട്ട് തരപ്പെടുത്തി ദുബായിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു. അടുത്ത കൊല്ലം ഒരു ഫെബ്രുവരി ആകുമ്പോൾ ചെല്ലാൻ ആൻഡോയുടെ പപ്പ വിവരം അറിയിച്ചു. എടാ, നമുക്ക് ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കണം. പപ്പ മരിച്ചതിന് ശേഷം മമ്മി ഒന്നും നന്നായി ചിരിച്ചിരുന്നില്ല. എനിക്ക് ജോലി ശരിയാകുമെന്ന് കേട്ടപ്പോൾ അത് മാറി. ഞാൻ പോയാൽ പിന്നെ എന്നാ ലീവിന് വരിക എന്ന് പറയാൻ പറ്റില്ല. ക്രിസ്മസിന് പള്ളിയുടെ പരിപാടികൾക്കായി സാധനങ്ങൾ വാങ്ങാൻ കോട്ടയത്ത് പോയപ്പോൾ എബി ആൻഡോയോട് പറഞ്ഞു. 2 കൊല്ലം കൊണ്ട് പള്ളിക്കാര്യങ്ങളിൽ അല്പം സജീവമായി ആൻഡോ. എബിയുമായുള്ള സൗഹൃദമായിരുന്നു ഒരു കാരണം. ക്രിസ്മസ് അവധി ആയപ്പോൾ പള്ളിയിലെ കരോളിനും മറ്റും ആൻഡോ മുന്നിട്ടിറങ്ങി. എബിയുടെ ആഗ്രഹം പോലെ അവർ ക്രിസ്മസ് അടിച്ചു പൊളിച്ചു. ശേഷം ന്യൂ ഇയർ വരവേൽക്കാൻ അവർ ഒരുങ്ങി. ന്യൂ ഇയർ തലേന്ന് രാത്രി എല്ലാവരും പള്ളിയിൽ ഒത്തുകൂടിയിരുന്നു. രാത്രി കുർബാനയ്ക്ക് മുമ്പ് അമ്മച്ചിയെ ആൻഡോ വീട്ടിൽ കൊണ്ടുവിട്ടു. പ്രായത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഉറക്കം ഉളയ്ക്കാൻ വയ്യ. തിരികെ പള്ളിയിലെത്തിയപ്പോൾ താഴെ റോഡിൽ കാത്തു നിൽക്കുന്ന എബിയെ കണ്ടു. എടാ, നീ വീട്ടിൽ വരെ പോയി മമ്മിയെ വിളിച്ചുകൊണ്ട് വരാവോ? മമ്മി സന്ധ്യയ്ക്ക് വീട്ടിൽ പോയി. രാത്രി കുർബാനയ്ക്ക് വിളിക്കാൻ വരാം എന്ന് ഞാൻ പറഞ്ഞതാ. ബൈക്കിലിരുന്ന ആൻഡോയോട് എബി ചോദിച്ചു. ചാച്ചൻ പൊക്കോ, ഞാൻ ബൈക്ക് തരാം, ആൻഡോ പറഞ്ഞു. ഇവിടെ ഒരുക്കമൊന്നും റെഡി ആയില്ലടാ, അതാ. ഇപ്പം തന്നെ സമയം 9:30 ശരി, ഞാൻ പൊക്കോളാം. ബൈക്കുമായി ആൻഡോ എബിയുടെ വീട്ടിലേക്ക് പോയി. വീടിൻ്റെ മുമ്പിലെത്തിയ ആൻഡോ ഗേറ്റിന് വെളിയിൽ ബൈക്ക് വെച്ചിട്ട് അകത്ത് പോയി. സ്നേഹത്താൽ ഓടി വന്ന ടിപ്പുവിനെ പിടിച്ചു മാറ്റി അവൻ വീടിൻ്റെ കാർ പോർച്ചിലെത്തി. ഡോറ് തുറന്നിട്ടിരുന്നു. അകത്ത് വെട്ടവുമുണ്ട്. രാത്രി ആയതിനാലാകാം ഞാൻ വന്നു എന്ന് വിളിച്ചു കൂവാൻ ആൻഡോയ്ക്ക് തോന്നിയില്ല. അവൻ കോളിംഗ് ബെല്ലടിച്ചു. എടാ, ഞാൻ ഇപ്പോൾ വരുന്നേ, എൽസമ്മ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. എബിയാണെന്ന് കരുതിയാകണം. മോനെ, അകത്ത് കുറച്ച് പായസം ഇരിക്കുന്നു, അതെടുത്ത് കുടി. താൻ സ്ഥിരം ചെല്ലാറുള്ള വീട്, അവിടെ താൻ അപരിചിതനല്ല എന്ന് ആൻഡോയ്ക്കറിയാം. ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവൻ അകത്തേക്ക് കയറി. ആൻറ്റി, ഞാനാ വന്നേ എന്ന് പറഞ്ഞു തീരും മുമ്പേ എൽസമ്മ അവരുടെ റൂമിൽ നിന്നും ഇറങ്ങി വന്നു. വെള്ള അടിപ്പാവാടയും കറുത്ത ബ്ലൗസുമായി മാത്രമായിരുന്നു അവരുടെ വേഷം.
കാലങ്ങളാലുള്ള കഷ്ടപ്പാടിൽ എൽസമ്മയുടെ ഉറച്ച വെളുത്ത ശരീരത്തിലെ മുഴുപ്പുകൾ 50-ാം വയസ്സിലും ആരെയും ഹരം കൊള്ളിക്കുന്നതായിരുന്നു. അയ്യോ, ആൻഡോ ആയിരുന്നോ എന്ന് പറഞ്ഞ് ജാള്യതയോടെ മുറിക്കുള്ളിലേക്ക് എൽസമ്മ മറഞ്ഞു. ആൻഡോ ആകെ വല്ലാതെ ആയെങ്കിലും അവനുള്ളിലെ പുരുഷൻ അപ്പോൾ കണ്ട കാഴ്ച മനസ്സിലേക്ക് ഒപ്പിയെടുത്തു. എൽസമ്മ ആൻറ്റിയെ, എബിയുടെ മമ്മിയെ അവൻ ഒരിക്കലും കാമക്കണ്ണുകളാൽ നോക്കിയിരുന്നില്ല. പക്ഷേ ആ സംഭവം ആൻഡോയുടെ മനസ്സിൽ അവൻ അറിയാതെ ഒരു കനലുണ്ടാക്കി. താൻ കണ്ടിരുന്ന അയഞ്ഞ നൈറ്റിക്കുള്ളിലും സാരിക്കുള്ളിലും അങ്ങനൊരു ഭംഗി ഒളിച്ചിരുന്നത് അവൻ അന്നാണ് അറിഞ്ഞത്. അമ്മച്ചിയെ കൊണ്ടുവിട്ടോ എന്ന ചോദ്യം മാത്രമാണ് പള്ളിയിലേക്കുള്ള യാത്രയിൽ അവർ തമ്മിൽ മിണ്ടിയത്. നടന്ന സംഭവം എൽസമ്മയിലും അല്പം നാണക്കേടുണ്ടാക്കി. കുർബാനയ്ക്കിടെ എൽസമ്മയെ ആൻഡോ പിറകിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ബ്ലൗസിൽ നിറഞ്ഞു തിളങ്ങിയ അവരുടെ ഉറച്ച പുറംഭാഗം അവൻ കൊതിയോടെ നോക്കി. ആ രാത്രി ഒരു തുടക്കമായിരുന്നു. പിന്നീട് എബീൻ്റെ വീട്ടിൽ പോകുമ്പോഴെല്ലാം ആൻഡോ എന്തോ പ്രേരണയാൽ എൽസമ്മയെ കാമക്കണ്ണുകളാൽ നോക്കി. സൗഹൃദം നശിക്കാതിരിക്കാൻ വേണ്ടി ആൻഡോ എബിയുടെ മുന്നിൽ നല്ലൊരു സുഹൃത്തായും എൽസമ്മയുടെ മുമ്പിൽ മകനെ പോലെ ഒരുവനായും നന്നായി അഭിനയിച്ചു. എങ്കിലും ആർക്കും സംശയം തോന്നാതെ, ആരും ശ്രദ്ധിക്കാത്തപ്പോൾ എൽസമ്മയുടെ ഉറച്ചതെങ്കിലും അല്പം തടിയുള്ള ശരീരത്തിലെ മുഴുപ്പും കൊഴുപ്പും അവരുടെ വിടർന്ന ചുണ്ടുകളുമെല്ലാം നോക്കി ആൻഡോ വെള്ളവിറക്കി. ആൻഡിയുടെ ഭ്രമകൽപ്പനകളിൽ സ്ഥിര സാന്നിധ്യമായി അവൻ്റെ സുഹൃത്തിൻ്റെ മമ്മി. അങ്ങനെ എബി ദുബായിലേക്ക് പറക്കേണ്ട ദിവസം വന്നു. ദുബായിൽ അൽ അവീർ എന്ന സ്ഥലത്ത് ആൻഡോയുടെ അപ്പൻ്റെ സുഹൃത്ത് ഒരു വലിയ ഫാം നടത്തുന്നുണ്ട്. അവിടുത്തെ അക്കൗണ്ടിങ് അപ്രൻറ്റീസായി എബിക്ക് തുടങ്ങാം. ഫെബ്രുവരി മാസാവസാനം ഒരു ഞായറാഴ്ച തിരുവനന്തപുരത്ത് നിന്നായിരുന്നു ഫ്ലൈറ്റ്. യാത്ര അയക്കാൻ വീട്ടിൽ വന്ന പള്ളിയിൽ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം കണ്ണുനീർ പൊഴിച്ചിരുന്ന അവൻ്റെ മമ്മിയെ എബി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പോയി വാ മോനെ, കർത്താവ് എപ്പോഴും കൂടെ കാണും. സന്തോഷത്താൽ കരഞ്ഞിരുന്ന എബിയുടെ കവിളിൽ ഒരു ഉമ്മ നൽകുന്നതിനിടയിൽ കണ്ണുനീര് തുടച്ചുകൊണ്ട് എൽസമ്മ പറഞ്ഞു, ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് വിളിക്കാം മമ്മി. തിരുവനന്തപുരത്തേക്ക് ആൻഡോ മാത്രമേ എബിയുടെ ഒപ്പം പോയുള്ളൂ. തിരുവനന്തപുരത്തേക്ക് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ആൻഡോ പോകുന്നതാണല്ലോ. ചെക്ക് ഇന്നിന് ശേഷം എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പാക്കി ആൻഡോ എയർപോർട്ടിൽ നിന്ന് തൻ്റെ ഹോസ്റ്റലിലേക്ക് തിരിക്കാൻ തുടങ്ങി. വളരെ നല്ലൊരു സുഹൃത്തിനെ തനിക്ക് മിസ്സാകാൻ തുടങ്ങുകയാണെന്ന ചിന്ത ആൻഡോയെയും വിഷമിപ്പിച്ചു. എബി കുറച്ചു നേരം ആൻഡോയെ കെട്ടിപ്പിടിച്ചു നിന്നു. ശരി മോനെ, ഞാൻ പോട്ടെ. ഹാപ്പിയായി ഇരി അച്ചാച്ച, യേശു അപ്പച്ചൻ എല്ലാം ശരിയാക്കും. ഓക്കെ, ഞാൻ വിളിക്കാടാ. പിന്നെടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോ ഒന്ന് പറയാൻ മടിയുള്ളതുപോലെ എബി പെരുമാറി. എന്താ അച്ചാച്ച? ഡാ, നിന്നോട് പറയേണ്ട ആവശ്യമില്ലെന്നറിയാം. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് മമ്മി ഒറ്റയ്ക്കേ ഉള്ളൂ. നീ നിൻ്റെ സ്വന്തം മമ്മിയെപ്പോലെ നോക്കിക്കോണം. എബിയുടെ ആ ഡയലോഗ് സുഖമില്ലാത്തൊരു മനസ്സോടെ കേട്ട ആൻഡോ, അച്ചാച്ചൻ ടെൻഷൻ അടിക്കാതെ, ഞാൻ നോക്കിക്കോളാം എന്നുറപ്പ് കൊടുത്തു. അറിയാടാ, മമ്മി പണ്ട് മുതലേ സ്വന്തം കാലില്ല. എന്നെയും ചേച്ചിയെയും വളർത്തിയതും എല്ലാം ഒറ്റയ്ക്കാണ്. എന്നാലും പ്രായമായി വരുക. എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ നീ കാണുമല്ലോ എന്ന ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. അറിയാം ചാച്ച. അഥവാ ഞാൻ ഇവിടെ ആണെങ്കിൽ വീട്ടിൽ വിളിച്ച് പോളിച്ചാച്ചനെയോ ഭാര്യയോ വിടാം. ഒന്ന് ചിരിച്ച് ടാറ്റ കൊടുത്ത് എബി പോയി. ആൻഡോ അവൻ്റെ കോളേജ് ഹോസ്റ്റലിലേക്കും. സ്വന്തം മമ്മിയെപ്പോലെ നോക്കണം എന്ന എബിയുടെ ഡയലോഗ് ആൻഡോയ്ക്ക് എബിയുടെ മമ്മിയോട് എൽസമ്മയോട് തോന്നിയിരുന്ന കാമക്കനലുകളെ കിടത്തിക്കളഞ്ഞു. എന്തോ ഒരു ശുദ്ധീകരണം കഴിഞ്ഞതുപോലെ ആൻഡോയ്ക്ക് തോന്നി. ഹോസ്റ്റലിലേക്കുള്ള വഴിയിൽ ഓട്ടോയിലിരുന്ന് എബി നൽകിയ അവൻ്റെ മമ്മിയുടെ നമ്പറിൽ ആൻഡോ വിളിച്ചു. ഹലോ ആൻറ്റി, ഇത് ഞാൻ ആൻഡോ. എബി ആ നമ്പർ തന്നെ. ആൻഡോ മോനെ? അവനോട് ഞാൻ മൊബൈലൊന്നും വേണ്ട എന്ന് പറഞ്ഞതാ. ലാൻഡ് ഫോൺ ഉള്ളത് തന്നെ ചുമ്മാ ഇരിക്കുന്നു. അവൻ കയറിയോ മോനെ? അവൻ വിളിച്ചു വെച്ചതേ ഉള്ളൂ. കയറി ആൻറ്റി, എന്നിട്ടാണ് ഞാൻ തിരിച്ചേ. അവൻ പറഞ്ഞായിരുന്നു മോനെ, കർത്താവ് കാത്തു.
കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഇനി കുഴപ്പമൊന്നും ഇല്ല ആൻറ്റി. മോൻ കഴിച്ചോ? ഇല്ല ആൻറ്റി, കോളേജിൽ ചെല്ലട്ടെ. പിന്നെ ആൻറ്റി, ചാച്ചൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെല്ലണമെന്ന്. അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട. അയ്യോ, എന്തിനാ ഞാൻ മടിക്കുന്ന മോനെ? ഞാൻ ഈയിടെ എബിയോട് പറഞ്ഞതേ ഉള്ളൂ കർത്താവായിപ്പോൾ ആൻഡ്രോയെ നാട്ടിൽ കൊണ്ടുവന്നേന്ന്. ഒരു മോൻ ജോലിക്ക് നാട് വിട്ടു പോകുമ്പോൾ എനിക്ക് മറ്റൊരു മോനെ ഇവിടെ തന്നല്ലോ. ആ ശരിയാ. മൊറാലിറ്റിയുടെ വേദനയാർന്നൊരു കുത്ത് ആൻഡോയ്ക്ക് മനസ്സിൽ കിട്ടി. എന്നാൽ ശരി മോനെ, വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വാ. ശരി ആൻറ്റി. അല്പം വിഷമത്തോടെയാണ് ആൻഡോ ഫോൺ വെച്ചത്. താൻ എന്തുമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്ന് ആൻഡോ ഓർത്തു. സ്വന്തം സഹോദരനെ പോലെ കരുതുന്ന ഒരു സുഹൃത്തിൻ്റെ അമ്മയെ, സ്വന്തം മകനെ പോലെ തന്നെ കാണുന്നൊരു സ്ത്രീയെ താൻ വേറെ ചിന്തകൾക്കായി ഉപയോഗിച്ചില്ലേ എന്ന കുറ്റബോധമുണ്ടായി ആൻഡോയ്ക്ക്. ഇനി അത് വേണ്ട എന്നൊരു ചിന്ത ആൻഡോയിൽ ആരൂഢമായി. എന്നാൽ വികൃതികൾ മടുക്കാത്ത ദൈവം മറ്റൊരു സന്ദർഭം ഉണ്ടാക്കി കൊടുത്തു. സെപ്റ്റംബർ മാസത്തിലെ ഒരു ദിവസത്തിൽ. 4ാം കൊല്ലം ആയതു മുതൽ പഠനത്തിരക്കിലായി ആൻഡോ. നാട്ടിലിപ്പോൾ മാസത്തിൽ ഒരിക്കൽ മാത്രമേ വരാൻ കഴിയുന്നുള്ളൂ. 3ാം കൊല്ലം അവസാനം വേനലവധിക്ക് ദുബായിൽ പോയപ്പോൾ ആൻഡോ എബിയെ പോയി കണ്ടു. എബി നല്ല ഹാപ്പിയാണെന്ന് എൽസമ്മയോട് ആൻഡോ പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. നാട്ടിൽ വരുമ്പോഴൊക്കെ എൽസമ്മയെ, എബിയുടെ മമ്മിയെ ആൻഡോ പോയി കാണും. അവർക്ക് വേണ്ടി അത്യാവശ്യം അവരെ കടയിൽ കൊണ്ടുപോവുകയും സാധനങ്ങൾ മേടിച്ച് നൽകുകയും ബില്ലുകൾ എന്തേലും അടയ്ക്കാനുള്ളതിനൊക്കെ പോവുകയും ചെയ്തു. എല്ലാത്തിനും എൽസമ്മ കർത്താവിനോട് നന്ദി പറഞ്ഞു. ആൻഡോയും എൽസമ്മയെ തൻ്റെ നാട്ടിലെ മമ്മിയായി മനസ്സിൽ പതിയെ പതിയെ പ്രതിഷ്ഠിച്ചു. അവനും എൽസമ്മയെ മമ്മി എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ സെപ്റ്റംബർ മാസത്തിലെ ഒരു ശനിയാഴ്ച ദിവസം, 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആൻഡോ നാട്ടിലെത്തിയത്. പഠനത്തിരക്ക് തന്നെ കാരണം. പള്ളിവക 2 ദിവസത്തെ വേളാങ്കണ്ണി ടൂറ് കഴിഞ്ഞ് എൽസമ്മ അന്ന് രാവിലെ എത്തിക്കാണും എന്ന് ആൻഡോയ്ക്കറിയാം. ടൂറ് പോകുന്ന കാര്യം എബിയും എൽസമ്മയും ഫോൺ ചെയ്തപ്പോൾ ആൻഡോയോട് പറഞ്ഞിരുന്നു. നീ ഇപ്പോൾ നാട്ടിൽ അങ്ങനെ ചെല്ലാറില്ല എന്ന് മമ്മി കംപ്ലൈൻറ്റ് പറയുന്നുണ്ടേ. എബി ഫോണിൽ പറഞ്ഞു. ലാസ്റ്റ് ഇയറിൻ്റെ തിരക്കാ ചാച്ച. ഈ ശനിയാഴ്ച ഞാൻ പോകുന്നുണ്ട്. രാവിലെ ആകുമ്പോഴത്തേനും ടൂറ് കഴിഞ്ഞ് എത്തുമെന്ന് മമ്മി പറഞ്ഞായിരുന്നു. രാവിലെ ഒരു 10:30 ആയപ്പോൾ ആൻഡോ എബിയുടെ വീട്ടിൽ ചെന്നു. ഓടി വന്ന പട്ടിയെ വെട്ടിച്ചു മാറ്റി ബൈക്ക് കാർപോച്ചിൽ വെച്ച് ആൻഡോ കോളിംഗ് ബെൽ അടിച്ചു. എടാ ചെറുക്ക, നീ എവിടാടാ? നിന്നെ കാണാനില്ലല്ലോ. ഓടി വന്ന് ഡോറ് തുറന്ന് നൈറ്റിയുടെ ബട്ടണുകൾ ഇടുന്നതിനിടയിൽ എൽസമ്മ ചോദിച്ചു. ഞാൻ ഭയങ്കര ബിസിയല്ലേ മമ്മി? ഐ ആം എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, യു നോ. എന്തൊരു ജാടയാടാ. പോ ചെറുക്ക. ആൻഡോയുടെ കവളിൽ സ്നേഹത്തിൻ്റെ മുന വെച്ചൊരു കുത്തു കൊടുത്തു എൽസമ്മ. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഇരുവരും. മമ്മി വന്നതേ ഉള്ളോ? അല്ല മോനെ, 5:30 ആയപ്പോൾ വന്നതാ. വീടൊന്ന് വൃത്തിയാക്കി ആഹാരവും കഴിച്ചിട്ട് ഇപ്പോൾ കുളിച്ചതേ ഉള്ളൂ. അകത്ത് കയറി സോഫായിലിരുന്ന് ആൻഡോ മൊബൈലിൽ കുത്താൻ തുടങ്ങി. മോനെ, ചായ എടുക്കട്ടെ? അടുക്കളയിൽ നിന്ന് എൽസമ്മ വിളിച്ച് ചോദിച്ചു. വേണ്ട മമ്മി, ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ. അല്പം കഴിഞ്ഞപ്പോൾ എൽസമ്മ ഗസ്റ്റ് റൂമിലേക്ക് വന്നു. മോനെ, നീ ഇപ്പോൾ പോവോ? വരാത്തപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ്, വരുമ്പോൾ ഓടിച്ചു വിടുവാണോ? എന്നതാ ഇത്? ആൻഡോ കളിയായി പറഞ്ഞു. അയ്യോ, ഈ ചെറുക്കൻ്റെ നാക്ക്. എന്നാൽ ഒരു കാര്യം ചെയ്യ്, നീയും കൂടി വാ. ഭിത്തിയിലെ ആണിയിൽ തൂക്കിയിരുന്ന വീടിൻ്റെ താക്കോൽ എടുക്കുന്നതിനിടയിൽ എൽസമ്മ പറഞ്ഞു. എങ്ങോട്ടാ? 2 ദിവസമായേ പോയിട്ട്. റബ്ബറൊക്കെ വെട്ടിയോ അതോ പെണ്ണുങ്ങൾ ഉഴപ്പിയോ എന്ന് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ നല്ല വർത്താനം പറയണം. ഇങ്ങനൊരു ബൂർഷ്വാസി ആകാതെ മമ്മി. ആൻഡോയ്ക്കൊപ്പം എൽസമ്മയും ഉറക്കെ ചിരിച്ചു. മുറ്റം വിട്ട് തോട്ടത്തിലിറങ്ങിയപ്പോൾ അവിടെ നിന്നിരുന്ന ആദ്യ നിരയിലെ റബ്ബർ മരങ്ങൾ വെട്ടിയത് ആൻഡോ കണ്ടു. വെട്ടിയിട്ടുണ്ടല്ലോ. ഇവിടൊക്കെ വെട്ടും, അല്ലേ ഞാൻ കാണുമെന്നറിയാം. തോട്ടത്തിൻ്റെ അകത്തേക്ക് നടന്നു പോകുന്നതിനിടയിൽ എൽസമ്മ പറഞ്ഞു. ആൻഡോ അവരെ പിന്തുടർന്നു.
നിരനിരയായി നിന്നിരുന്ന റബ്ബർ മരങ്ങൾ പിന്നിട്ട് അവർ നടന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ എൽസമ്മ റബ്ബർ വെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുകയും കറ വീഴുന്ന ചിരട്ട നേരെയാക്കി വെക്കുകയും ചെയ്തു. എന്തോ മൂളിപ്പാട്ടും പാടി പിന്നാലെ നടക്കുകയായിരുന്നു ആൻഡോ. ഇടവപ്പാതിയുടെ കാർമേഘങ്ങൾ പതിയെ ഇരുണ്ട് കയറുന്നതും ആ റബ്ബർ തോട്ടത്തിൽ ഇരുട്ട് വ്യാപിക്കുന്നതും ആൻഡോ അറിഞ്ഞു. മമ്മിയെ, മഴ ഇപ്പോൾ പെയ്യുമായിരിക്കും. ശരിയാ, കുട എടുക്കേണ്ടതായിരുന്നു. സാരമില്ല, പെയ്താൽ റബ്ബർ അടിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ കയറി നിൽക്കാം. അതെവിടാ? നീ കണ്ടിട്ടില്ലയോ? ഇല്ല, എബിച്ചാച്ചൻ്റെ കൂടെ വന്നപ്പോൾ ഇത്രയും ദൂരം വന്നിട്ടില്ല. ദേ മോനെ, ഈ കയറ്റം അങ്ങോട്ട് കയറി ഇറങ്ങുന്നിടത്ത്, എൽസമ്മ പറഞ്ഞു. 3 നിരകൾ കൂടി കഴിഞ്ഞാൽ അടുത്ത 3-4 റബ്ബർ നിരകൾ നിൽക്കുന്നത് ഒരു 10-11 മീറ്റർ പൊക്കത്തിൽ ചെറിയ ചെരിവുള്ള ഒരു ചരൽക്കുന്നിലാണ്. മഴയ്ക്ക് മുന്നോടിയായി അല്പം ശക്തിയിൽ കാറ്റ് വീശാൻ തുടങ്ങി. 1-2 തുള്ളികൾ പൊഴിഞ്ഞു എന്ന് ആൻഡോ സംശയിച്ചു. അങ്ങോട്ട് നീങ്ങാവടാ, തിരിച്ച് വീട്ടിലോട്ട് നടന്നാൽ ചിലപ്പോൾ നന്നായി നനയും. അവിടെ നിന്നാൽ നനയത്തില്ലേ? അയ്യോ ഇല്ല മോനെ, ഷീറ്റൊക്കെ ഇട്ടേക്കുന്നല്ലയോ, നല്ല സ്ഥലമുണ്ട്, വാ. ചെറിയ കുന്ന് കയറുന്നതിനിടയിൽ എൽസമ്മ പറഞ്ഞു. നല്ല ഇരുട്ടി വ്യാപിച്ചിരുന്നു. നല്ല ശക്തിയായി കാറ്റ് വീശി ഇലകളും ചുള്ളിക്കമ്പുകളും അടർന്നു വീണുകൊണ്ടിരുന്ന് തോട്ടം ആകെ ബഹളമയമായി. ഒപ്പം മറ്റെന്തോ ശബ്ദം കൂടി കേൾക്കുന്നതായി ആൻഡോയ്ക്ക് തോന്നി. എന്താണതെന്ന് ആൻഡോയ്ക്ക് മനസ്സിലായില്ല. പതിഞ്ഞൊരു നിലവിളി പോലെ തോന്നി. മമ്മിക്ക് കേൾക്കാവോ? എൽസമ്മയുടെ പിറകെ കയറ്റം കറയുന്നതിനിടയിൽ ആൻഡോ ചോദിക്കാൻ തുടങ്ങവേ തൻ്റെ മുമ്പിൽ നടന്നിരുന്ന എൽസമ്മ നടത്തം നിർത്തി എന്തോ കണ്ട് ഭയന്ന് പതിയെ റബ്ബർ മരത്തിൻ്റെ പിറകിൽ ഒളിച്ചതായി കണ്ടു. എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ആൻഡോയും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ചെന്ന് എൽസമ്മയുടെ പിറകിൽ നിന്ന് അവരുടെ തലയ്ക്ക് മുകളിലൂടെ നോക്കി. ആ കാഴ്ച കണ്ട് ആൻഡോയും എൽസമ്മയെ പോലെ സ്തബ്ധനായി. അവരിൽ നിന്നൊരു 30 മീറ്റർ അകലത്ത് കുന്നിന് താഴെയുള്ള റബ്ബർ ഷീറ്റ് അടിക്കുന്ന ചെറിയ പുരയിൽ 2 പേര് തമ്മിൽ ഗംഭീര പരിപാടി നടത്തുന്നു. അവർ പരിപാടിയുടെ അവസാന ലാപ്പിൽ എത്തി നിൽക്കുകയാണെന്ന് അവർ ഉച്ചത്തിലുണ്ടാക്കിയിരുന്ന സീൽക്കാര ശബ്ദങ്ങളിൽ നിന്ന് മനസ്സിലായി. അത് ശ്രീജ ചേച്ചിയല്ലേ? ആളെ മനസ്സിലായ ആൻഡോ പതിഞ്ഞ ശബ്ദത്തിൽ എൽസമ്മയുടെ പിറകിൽ നിന്ന് പറഞ്ഞു. റബ്ബർ വെട്ടാൻ വരുന്ന 2 സ്ത്രീകളിൽ ഒരാളായിരുന്നു ശ്രീജ എന്ന 40-കാരി. ചിലപ്പോഴൊക്കെ ആൻഡോ എബിയുടെ വീട്ടിൽ വരുമ്പോൾ അടുക്കളയിൽ എൽസമ്മയോട് കുശലം പറയുന്ന ശ്രീജയെ കണ്ടിട്ടുണ്ട്. കറുത്ത് നല്ല വടിവൊത്ത ശരീരവും പരന്ന വട്ടമുഖവും ഉള്ള ആ സ്ത്രീ വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നു. സുഖാണോ മോനെ എന്ന് പലപ്പോഴും അവനോട് ചോദിച്ചിട്ടുമുണ്ട്. അവരെ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ആൻഡോ വന്യ സ്വപ്നങ്ങളിൽ പോലും കരുതിയില്ല. ആ, ശ്രീജയാ. ആൻഡോയുടെ ചോദ്യത്തിൽ സ്വബോധത്തിൽ വന്ന എൽസമ്മ നിന്ന നിപ്പിൽ ശബ്ദം താഴ്ത്തി മറുപടി പറഞ്ഞു. സന്ദർഭത്താൽ ആൻഡോയുടെയും എൽസമ്മയുടെയും ഹൃദയമിടിപ്പ് വേഗത്തിലായി. അവിടെ നിന്ന് നീങ്ങണമെന്നുണ്ടെങ്കിലും അനങ്ങിയാൽ കരിയിൽ അമരുന്ന ശബ്ദമോ ചുള്ളിക്കമ്പുകൾ ഒടിയുന്ന ശബ്ദമോ വല്ലതും ഉണ്ടാകുമോ എന്നായിരുന്നു എൽസമ്മയുടെ പേടി. ഒരു നിമിഷം ദൃഷ്ടി അവിടെ നിന്ന് മാറ്റിയെങ്കിലും ആ 2 രൂപങ്ങൾ ഉണ്ടാക്കിയ ബഹളങ്ങൾ എൽസമ്മയുടെ ശ്രദ്ധയെ വീണ്ടും ക്ഷണിച്ചു. ആൻഡോ ചില വീഡിയോകളിൽ മാത്രം കണ്ടിട്ടുള്ള രീതിയിലായിരുന്നു അവർ. പിറകിൽ നിന്ന പുരുഷനെ ആൻഡോയ്ക്ക് മനസ്സിലായില്ല. പക്ഷെ അധികം പ്രായമില്ലെന്ന് മനസ്സിലായി. ശ്രീജയെപ്പോലെ കറുത്ത നിറമായിരുന്നു. അധികം തടിയില്ലെങ്കിലും തൂണുപോലെ ഉറച്ച തുടകളും നല്ല കൈപേശികളും ആയിരുന്നു അയാൾക്ക്. പുരയുടെ തൂണിൽ കൈകൾ പിടിച്ച് നിൽക്കുമായിരുന്നു ശ്രീജ. കണ്ണുകൾ അടച്ചു പിടിച്ച് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. ആൻഡോയും എൽസമ്മയും നോക്കി നിൽക്കെ നൊടിയിടയിൽ ആ പുരുഷൻ ശ്രീജയുടെ കഴുത്തിലൊരു ഉമ്മ കൊടുത്ത് ചെവിയിൽ എന്തോ പറഞ്ഞ് പിറകിലേക്ക് മാറി. അഴിഞ്ഞു കിടന്നിരുന്ന തലമുടി കെട്ടിവെച്ച ശേഷം ശ്രീജ അയാളുടെ കൽപ്പനയ്ക്കനുസരിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു. ഈ കാഴ്ചയിൽ മതിമറന്നു നിന്ന് ആൻഡോ മഴ പൊഴിയാൻ തുടങ്ങിയതറിഞ്ഞില്ല. ആൻഡോ, ആൻഡോ. എൽസമ്മയുടെ അല്പം ഉച്ചത്തിലുള്ള വിളി കേട്ടാണ് ആൻഡോ ഉണർന്നത്. വന്ന വഴി ഇറങ്ങുന്നതിനിടെ തിരിഞ്ഞു നിന്ന് എൽസമ്മ ആൻഡോയെ വിളിക്കുകയായിരുന്നു. വാ, നമുക്ക് പോകാം.
വസ്ത്രങ്ങൾ ധരിക്കുന്ന അവരെ ഒന്നുകൂടെ നോക്കിയിട്ട് മഴയിൽ നിന്ന് രക്ഷ നേടാനായി വളരെ വേഗം നടന്നു നീങ്ങുന്ന എൽസമ്മയുടെ പിറകെ ആൻഡോ ഓടി. മുകളിൽ ചാഞ്ഞു നിന്നിരുന്ന റബ്ബർ മരങ്ങളുടെ തണലിനും മഴയുടെ ശക്തി കുറയ്ക്കാനായില്ല. ഒരു തരം സന്ദർഭത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം പോലെ ആൻഡോയ്ക്ക് തോന്നി. വഴിയും ദിശയും ഒന്നും അറിയില്ല. എൽസമ്മ പോകുന്ന പിറകെ ആൻഡോയും പോയി. മനസ്സിൽ മൊത്തം കണ്ട കാഴ്ചകൾ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരുന്നു. സ്വന്തം പ്രേരണയാലല്ലാതെ തൻ്റെ സുഹൃത്ത് ഉണർന്നെണീറ്റതായി ആൻഡോ അറിഞ്ഞു. അത് നിയന്ത്രിക്കാൻ ആൻഡോ നന്നേ ബുദ്ധിമുട്ടി. വീടെത്താറായപ്പോൾ മുമ്പിൽ നടന്ന് ഓടുന്ന എൽസമ്മയെ ആൻഡോ എന്ന് നോക്കി. നനഞ്ഞു കുതിർന്നിരുന്ന അവരുടെ ഇളം വെള്ള നൈറ്റി ശരീരത്തിനോടൊട്ടിയിരുന്നു. അകത്തെ കറുത്ത പാവാടയും വെളുത്ത നിറത്തിലുള്ള ഷെമ്മിയും തെളിഞ്ഞു കാണാം. മഴ പൂർണ്ണ ശക്തിയിലായി. മുറ്റത്ത് കയറിയ എൽസമ്മ തൊഴുത്തിൻ്റെ വരാന്തയിൽ കയറി നിന്നു. മോനെ, ഇങ്ങ് കയറി നിൽക്ക്, തണുത്ത് ചെറുതായി വിറയ്ക്കുന്നതിനിടയിൽ എൽസമ്മ പറഞ്ഞു. അനുസരണയോടെ ആൻഡോ തൊഴുത്തിൻ്റെ മുമ്പിലുള്ള നീണ്ട വരാന്തയിൽ എൽസമ്മ നിന്നതിൻ്റെ അങ്ങേ മൂലയ്ക്ക് കയറി നിന്നു. മഴ ശമിക്കുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. ഇരുവരും പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. അങ്ങനൊരു മൂകത അവർക്കിടയിൽ തീർത്തും അസ്വാഭാവികമായിരുന്നു. ഇടയ്ക്കൊന്ന് നോക്കിയപ്പോൾ നനഞ്ഞ തലമുടി പിഴിഞ്ഞ് കൈകൊണ്ട് തല തൂർത്തുന്ന എൽസമ്മയെ ആൻഡോ കണ്ടു. 1 മണിക്കൂർ പൊയ്ക്കാണും. മഴ അല്പം ഒന്ന് ശമിച്ചു. നിശബ്ദതയാൽ ആകെ അസ്വസ്ഥനായിരുന്ന ആൻഡോ എൽസമ്മയോട് എന്തെങ്കിലും സംസാരിക്കാൻ തീരുമാനിച്ചു. മഴ കുറഞ്ഞെന്ന് തോന്നുന്നു. ഞാനങ്ങ് പോയാലോ മമ്മി? അമ്മച്ചി വിചാരിക്കും ഞാൻ എന്തിയേന്ന്. മഴ അല്പം കൂടി ഒന്ന് കുറയട്ടടാ, വെറുതെ പനി പിടിപ്പിക്കണ്ട. അകത്തായിരുന്നേൽ തോർത്തെടുത്ത് തരായിരുന്നു. കൈകൾ വെളിയിലേക്ക് നീട്ടി നോക്കിയതിനു ശേഷം എൽസമ്മ പറഞ്ഞു. ചാച്ചൻ രാവിലെ വിളിച്ചായിരുന്നോ മമ്മി? ഇല്ല, ഇന്നലെ രാത്രി വിളിച്ചു. സംസാര ശ്രമങ്ങൾ അധികം ഫലം കാണാഞ്ഞപ്പോൾ ആൻഡോ വീണ്ടും മഴ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൻഡോ എന്ന എൽസമ്മയുടെ വിളി അവനെ ഉണർത്തി. എന്താ മമ്മി? മോനെ, മുമ്പ് കണ്ട കാര്യവേ, അവിടെ കണ്ടതേ ആരോടും ഒന്നും പറയണ്ട കേട്ടോ. ജാള്യത കലർന്ന മുഖത്താൽ അല്പം പരിഭ്രമത്തിൽ ആൻഡോയുടെ മുഖത്ത് നോക്കാതെ എൽസമ്മ പറഞ്ഞു. ഇല്ല മമ്മി, ഞാൻ ആരോട് പറയാനാ? വേറെ പണിയില്ലേ? ആരേലും അറിഞ്ഞാലേ നാണക്കേടാ. എൽസമ്മ പരിഭവം പറഞ്ഞു. എന്തോന്ന് നാണക്കേടാ മമ്മി? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തൻ്റെ വാക്കുകളുടെ കനം ആൻഡോയ്ക്ക് മനസ്സിലായത്. ഒന്ന് ചൂളി ആൻഡോ എൽസമ്മയെ നോക്കി. ആൻഡോയെ ഒന്ന് നോക്കിയ ശേഷം എൽസമ്മ വീണ്ടും മുടിയുണക്കൽ തുടർന്നു. അങ്ങനല്ല ഞാൻ പറഞ്ഞേ. ഇതൊക്കെ പുറത്തറിഞ്ഞാലേ അവളുടെ ജീവിതം പോയില്ലയോ? ശരിയാ. അത് ശ്രീജ ചേച്ചിയുടെ ഭർത്താവാണോ? ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. ശ്രീജ ചേച്ചിയേക്കാൾ പ്രായം കുറവ് തോന്നിയിരുന്ന അയാൾ ഭർത്താവല്ലെന്ന് ആൻഡോ ഊഹിച്ചിരുന്നു. ദൂരവും ഇരുട്ടും കാരണം മുഖം ശരിക്ക് കണ്ടില്ല. അതാരാണെന്നറിയാൻ ആൻഡോ ആഗ്രഹിച്ചു. കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്ന എൽസമ്മ ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം അല്ല എന്ന് മാത്രം പറഞ്ഞു. പിന്നെ കുറച്ചു നേരം എൽസമ്മ ഒന്നും മിണ്ടിയില്ല. ഇവള് രണ്ടാമത് കെട്ടിയതല്ലയോ? എൽസമ്മ പറഞ്ഞു. ആണോ? ശ്രീജയുടെ ഹിസ്റ്ററി ആൻഡോയ്ക്ക് അറിയില്ലായിരുന്നു. ആദ്യത്തേത് മനോഹരൻ, പനി വന്ന് ചത്തത്. അതിലാണ് അവളുടെ 2 പിള്ളേരും. പിന്നാണ് അവൾ ശേഖരനെ കെട്ടുന്നേ. ആഹാ. മനസ്സ് തേടിയ ഉത്തരം കിട്ടാതെ ആൻഡോ നിന്നു. ശേഖരൻ്റെ ആദ്യ ഭാര്യയിലുള്ള ചെറുക്കനാ അത്, അരുൺ. എൽസമ്മ പറഞ്ഞു നിർത്തി. ഏത്? ശ്രീജ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നതോ? ആ അതെ. ഒരു അപകടകരമായ വീഴ്ചയാണ് തങ്ങൾ കണ്ടതെന്ന് ആൻഡോയ്ക്ക് മനസ്സിലായി. ആ ചെറുക്കന് അധികം പ്രായമൊന്നുമില്ല, 10-26 കാണും. എൽസമ്മ കൂടുതലൊന്നും പറഞ്ഞില്ല. ആൻഡോ ഒന്നും ചോദിച്ചതുമില്ല. മഴ അല്പം കൂടി ശമിച്ചപ്പോൾ ആൻഡോ വീട്ടിലേക്ക് പോയി. സമയം വളരെ താമസിച്ചതിനാൽ അമ്മച്ചി അവനെ വഴക്ക് പറഞ്ഞു. നനഞ്ഞ തുണികളെല്ലാം മൂരിക്കളഞ്ഞ് അവൻ കുളിക്കാൻ കയറി. ബക്കറ്റിൽ വെള്ളം നിറയുന്നത് നോക്കി നിന്ന് അവൻ റബ്ബർ തോട്ടത്തിൽ കണ്ട കാഴ്ച അയവിറക്കി. ആദ്യമായി നീർക്കണ്ണുകളാൽ ഒരു പരിപാടി കണ്ട ഓർമ്മയിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു.
സുഖത്താൽ കണ്ണുകൾ അടച്ച് നിന്നിരുന്ന ശ്രീജ ചേച്ചിയെ അവൻ ഓർത്തു. ഏറ്റവും ഒടുക്കം ശ്രീജ ചേച്ചിയുടെ ആ ചിരി, ആ കാഴ്ചകൾ തന്നോടൊപ്പം കണ്ടു നിന്ന എബിയുടെ മമ്മി. പൊടുന്നനെ എൽസമ്മ ആൻഡ്രോയുടെ ചിന്തകളിൽ കയറി. തൻ്റെ ഒപ്പം മമ്മി ആ കാഴ്ച മൊത്തം കണ്ടു. സംഭവം നടന്നപ്പോൾ മമ്മി ഒന്ന് അനങ്ങിയതുപോലുമില്ല. മമ്മിയുടെ മുഖം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മമ്മിക്ക് ദേഷ്യം വരാഞ്ഞതെന്താ? അതോ മമ്മിക്കും എന്നെപ്പോലെ ആ കാഴ്ച ഇഷ്ടപ്പെട്ടോ? അറിയില്ല. മമ്മിയും ഒരു നാൾ അവരുടെ ഹസ്ബൻഡിൻ്റെ ഒപ്പം ഇതുപോലെ മഴയത്ത് കൂരയ്ക്കായി ഓടിയപ്പോൾ തൻ്റെ മുമ്പിൽ എൽസമ്മ ഓടിയത് ആൻഡോ ഓർത്തു. നനഞ്ഞൊട്ടിയിരുന്ന ആ നൈറ്റിക്കുള്ളിൽ മമ്മിയുടെ കൊഴുത്ത ശരീരം ഇളകിക്കൊണ്ടിരുന്നു. പ്രായം തളർത്താത്ത ആ ശരീരത്തിന് എന്തൊരു ഷേപ്പാണ്. പിന്നീട് തൊഴുത്തിൽ നനഞ്ഞ മുടി അലങ്കോലമായി ആ മുഖത്ത് കിടന്നത് കണ്ടപ്പോൾ എൽസമ്മയെ പറ്റിയുള്ള ചിന്ത കുറേ നാളിന് ശേഷം അവനിൽ വീണ്ടും ഉണർന്നെണീറ്റു. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? അപ്പം നമ്മുടെ ഈ സ്റ്റോറിക്ക് ഒരു സെക്കൻഡ് പാർട്ടുണ്ട്. അത് വേണം എന്നുള്ളവർ സെക്കൻഡ് പാർട്ടെന്നൊന്ന് കമൻ്റ് ഇട്ടാൽ മതിയേ. ഞാൻ ഉടൻ തന്നെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.